നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് മൈൻഡിന് രണ്ട് ഭാഗങ്ങൾ എന്ന് നേരത്തെ അറിയാം. ഇതിൽ ഒരു 6-ാം മാസം മുതൽ ഗർഭത്തിലുണ്ടാവുന്ന ഒരു കുട്ടി ഗർഭത്തിലുണ്ടാവുന്ന 6-ാം മാസം മുതൽ 6 വയസ്സുവരെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് വൈഡ് ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും ഒരു ഫിൽറ്ററിംഗ് ഇല്ലാതെ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്ന അത്തരത്തിലുള്ള ഇൻഫർമേഷൻ, അവരുടെ കണക്കുകൂട്ടലുകൾ, അന്നേരം ഉണ്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുക എന്ന് പറയാം, അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കും. ഇത് പിൽക്കാലത്ത് ഈ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഫയലുകളാണ് ആക്ച്വലി സബ് കോൺഷ്യസ് മൈൻഡ് പുറത്തെടുക്കുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഇന്നർ ക്രിട്ടിക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിനക്കത് പറ്റില്ല, നിന്നെ കൊണ്ടത് സാധിക്കില്ല, നീ അതിനൊന്നും പറ്റുന്ന ഒരാളല്ല. അങ്ങനെ നമ്മളെ കൊണ്ട് നെഗറ്റീവായി ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ഇന്നർ ക്രിട്ടിക് നമുക്ക്. ഭൂരിപക്ഷം ആൾക്കാരും ഈ ഇന്നർ ക്രിട്ടിക്കിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അതല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ഏജൻസി ചെയ്യുന്നത്? നമ്മുടെ അനന്ത സാധ്യതകളെ പുറത്തെടുത്ത് ജീവിത വിജയം ഉണ്ടാക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏജൻസിക്ക് അറിയാം. അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നർ ക്രിട്ടിക്കിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഏജൻസിയുടെ ഒരു വാക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊക്കെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും ഒട്ടേറെ വായിക്കുകയും അതുപോലെ വീഡിയോകൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പലർക്കും പലതും അങ്ങനെ അച്ചീവ് ചെയ്യാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അവരുടെ ഒരു സംശയം എപ്പോഴും ഇത് നടക്കൂ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഉപബോധ മനസ്സിനെ നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അതിലെന്തൊക്കെ പ്രോസസ്സാണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ പല മേഖലകളിൽ നടന്നിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയുടെ പഠനമാണ് ഇന്ന് നമ്മൾ ഇവിടെ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജെയിംസ് ആർ ഡോട്ടി MD. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ തയ്യാറാക്കിയെടുക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതലായി ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഡോക്ടർ ജെയിംസ് ആർ ഡോട്ടി MD, ഇദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്ലിനിക്കൽ പ്രൊഫസർ ഓഫ് ന്യൂറോ സർജറിയാണ്. അതോടൊപ്പം തന്നെ സെന്റർ ഫോർ കമ്പാഷൻ ആൻഡ് അൾട്രൂയിസം റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. അദ്ദേഹം എഴുതിയ പ്രശസ്തമായ 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് ഇൻ ടു ദ മാജിക് ഷോപ്പ്, രണ്ടാമത്തത് മൈൻഡ് മാജിക്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. താഴെ ഇതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് മൈൻഡിന് രണ്ട് ഭാഗങ്ങൾ എന്ന് നേരത്തെ അറിയാം. ഇതിൽ ഒരു 6-ാം മാസം മുതൽ ഗർഭത്തിലുണ്ടാവുന്ന ഒരു കുട്ടി ഗർഭത്തിലുണ്ടാവുന്ന 6-ാം മാസം മുതൽ 6 വയസ്സുവരെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് വൈഡ് ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും ഒരു ഫിൽറ്ററിംഗ് ഇല്ലാതെ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്ന അത്തരത്തിലുള്ള ഇൻഫർമേഷൻ, അവരുടെ കണക്കുകൂട്ടലുകൾ, അന്നേരം ഉണ്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുക എന്ന് പറയാം, അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കും. ഇത് പിൽക്കാലത്ത് ഈ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഫയലുകളാണ് ആക്ച്വലി സബ് കോൺഷ്യസ് മൈൻഡ് പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6-ാം മാസം മുതൽ 6 വയസ്സ് വരെയുള്ള സമയം വളരെ വളരെ പ്രധാനപ്പെട്ടത്. അവിടുന്ന് അന്ന് കിട്ടുന്ന ചുറ്റുപാടും കിട്ടുന്ന ഇൻഫർമേഷൻ, അത് അമ്മയുടെ നിന്നാവാം, അച്ഛനിൽ നിന്നാവാം, സ്കൂളിൽ നിന്നാവാം, അങ്ങനെ കിട്ടുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വളരെ ഗൗരവമായ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കാനുള്ളത്. അതായത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കുട്ടിക്കാലത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുടെ സ്വാധീനം പിൽക്കാല ജീവിതത്തിലാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവൃത്തികളിലും ഒക്കെ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വരുമ്പോൾ അത് എന്താ പറയുക, വായന പോലെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ എൻറ്റയർ ലൈഫും, നമ്മളെ മുതിർന്ന കാലഘട്ടത്തിലുള്ള നമ്മുടെ മുഴുവൻ ജീവിതവും സ്വാധീനിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സബ് കോൺഷ്യസ് മൈൻഡിലെ റെക്കോർഡിങ്സുകളാണ്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, നമ്മളിനി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡിംഗ് ആയിരിക്കും റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് വളരെ എന്താ പറയുക, ആത്മവിശ്വാസം കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നൊരു കുട്ടിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റിയിൽ വന്നൊരു കുട്ടിയാണെന്നിരിക്കട്ടെ, അവനെ സംബന്ധിച്ചോളം ഭാവിയിലും ഈ ഫയലുകളാണ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അവന് അതേ രീതിയിലല്ലാതെ മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് സ്വാധീനിക്കുന്നത് നിങ്ങളുടെ ആ സമയത്ത് കുട്ടിക്കാലത്ത് 6 വയസ്സ് മുതൽ 6 മാസം മുതൽ 6 വയസ്സ് വരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സബ് കോൺഷ്യസ് റെക്കോർഡിങ്സ് ആണ്. എന്നാൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഏതൊരു പ്രായത്തിലായാലും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു, എനിക്ക് ഇങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറാം. അതായത് നേരത്തെകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വിജയത്തിന് വേണ്ടി ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന വിധത്തിൽ ഈ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാമിംഗ് നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡോക്ടർ ജെയിംസ് ഡോട്ടിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്, എങ്കിലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം വളരെ ദുരന്തപൂർണമായിരുന്നു. മദ്യപാനിയായ അച്ഛൻ, അതോടൊപ്പം തന്നെ ക്രോണിക് ഡിപ്രഷൻ ബാധിച്ച അമ്മ. അതിനിടയിൽ അമ്മയ്ക്ക് ഒരു പാരാലിസിസ് പോലത്തെ അവസ്ഥയും വന്നു. പലതവണ അവർ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ട്. അച്ഛന്റെ ഈ ദുർനടപ്പ് കാരണം അദ്ദേഹം ജയിലുമായി. ഈ കുട്ടിയുടെ ആ എല്ലാ നല്ല സന്തോഷങ്ങൾ ഉണ്ടാവേണ്ട ആ ബാല്യകാലം മുഴുവൻ ദുരന്തപൂർണമായി കടന്നുപോയി. ആ ഇടയ്ക്കാണ് നമ്മുടെ ഡോക്ടർ ജെയിംസ് ഡോട്ടി ഒരു മാജിക് പഠിപ്പിക്കുന്ന സ്ത്രീയുടെ അടുത്ത്. അവരുടെ മാജിക് ഒക്കെ കണ്ടപ്പോൾ ഡോട്ടിക്ക് വലിയ ഇഷ്ടമായി. അവരോട് കൂടുതൽ അടുത്തു സംസാരിച്ചു. തൻ്റെ ജീവിത കഥ പറഞ്ഞപ്പോൾ അവർ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം ചെയ്യും, നീ ഇതന്നെ ചിന്തിച്ച് ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ ഭാവി വലിയ അപകടത്തിലാവും. അവർക്കതൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ഡോക്ടർ കുട്ടിയെന്നല്ലേ അറിയാം, അത്രയൊന്നും അറിയില്ല. എന്നിട്ട് ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയോ? ഒരു മെഴുകുതിരി കത്തിക്കുക, എന്നിട്ട് അത് നോക്കിക്കൊണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. ഒരു മെഡിറ്റേഷനാണ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ മറ്റ് ചിന്തകളിൽ നിന്നെല്ലാം മാറി നമുക്ക് വേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ശാന്തമായ മനസ്സൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു കോൺസ്റ്റന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ആ പ്രാക്ടീസ് ചെയ്തപ്പോൾ വലിയ മാറ്റങ്ങൾ ഡോട്ടിയിൽ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെയാണ് 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ അധ്യാപകൻ ഡോക്ടർമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഡോട്ടി ഒരു തീരുമാനമെടുത്തു, എനിക്കും ഒരു ഡോക്ടറാവണം. ഡോക്ടർ ഡോട്ടിയുടെ കുട്ടിക്കാലത്തെ ജീവിതത്തിന്റെ ദുരന്തങ്ങൾ ഉണ്ടാക്കിയ ആഘാതങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ആ മജീഷ്യ ചെയ്തത് എന്ന് വെച്ചാൽ ഒരു ശാസ്ത്രീയമായ കാര്യമാണ് അവർ ഇവിടെ ഉപയോഗിച്ചത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളും ദുരന്തങ്ങളും വേവലാതികളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആവശ്യം എന്താ? അത് ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രെയിൻ്റെ അവസ്ഥയാണ് ഉണ്ടാവുക. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യാലും ഫ്ലൈറ്റ് ചെയ്യാലും ഒന്നും ചെയ്യാതിരിക്കാം. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പാർട്ടിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റത്തിനോ ഒരിക്കൽ പോലും അത് ശ്രമിക്കില്ല. എപ്പോഴും ഈ ദുരന്തങ്ങൾ വരുമ്പോൾ ഈ സിമ്പത്തറ്റിക് ആക്ടിവേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൈൻഡ്ഫുൾനെസ്സും അതോടൊപ്പം അവർ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രീത്ത് ചെയ്യാൻ, അതായത് എങ്ങനെ ശാന്തമായിരുന്നു ബ്രീത്ത് ചെയ്യുക. അതേപോലെ നമ്മുടെ ഉള്ളിലെ സംഭാഷണം ഉണ്ടല്ലോ, ഇന്നർ ക്രിട്ടിക് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് പറയും. ആ ഇന്നർ ക്രിട്ടിക് എപ്പോഴും ഒരു വഴി, അതായത് പോസിറ്റീവായിട്ടായിരിക്കില്ല, നെഗറ്റീവായ കാര്യങ്ങൾ, അതായത് ആ ദുരന്തങ്ങളെ കുറിച്ച് തന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ ഒന്ന് മാറിയാലേ ജീവിതം മാറൂ എന്നാണ് ഡോക്ടറെ പഠിപ്പിച്ചത്. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിച്ചത്. എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? ഈ നേരത്തെ ആക്ടിവേറ്റ് ആയിരുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് പകരം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാണ് അതിന്റെ പ്രതിസന്ധിയെ കടക്കാം, അതിന്റെ സൊല്യൂഷൻ പാർട്ട് എങ്ങനെയാണ് മുന്നോട്ട് വളരെ പ്രസാദാത്മകമായി പോകാം തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കൊരു ചിന്ത നടക്കണമെങ്കിൽ ഈ പറയുന്ന പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവണം. അതിനാണ് ആ പ്രോസസ്, മൈൻഡ്ഫുൾനെസ് പോലത്തെ പ്രോസസ് ഈ കുട്ടിക്ക് ആ മജീഷ്യ പറഞ്ഞു കൊടുത്തത്. ഡോക്ടറുടെ ജീവിതത്തിലെ ചില നാടകീയമായ സംഭവങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് കുഞ്ഞുനാളിലെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയി. പക്ഷേ അവിടെ ഒരു മെഡിക്കൽ വിഭാഗത്തിലേക്ക് പോകണമെങ്കിൽ അവരുടെ GPA സ്കോർ ഉണ്ട്, അത് വളരെ ഉയർന്നതായിരിക്കണം. GPA എന്ന് പറഞ്ഞാൽ ഗ്രേഡ്
പോയിന്റ് ആവറേജ് എന്ന് പറയും. നമ്മുടെ നാട്ടിലില്ല, അവിടുത്തെ ഒരു മെത്തേഡാണ്. അതൊരു 0 to 5 ആണ് അതിന്റെ റേഞ്ച്. അതൊരു 3.7 ഒക്കെ വേണം, എങ്കിൽ മാത്രമേ ഒരാൾക്കൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആവാൻ പറ്റൂ. ഇദ്ദേഹത്തിന് 2.53 മാത്രമേ ഗ്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലഭിക്കില്ല. പക്ഷേ ഇദ്ദേഹം അവിടെ ഒരു പ്രീ മെഡിക്കൽ ഇതിന് കിട്ടാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് ആ ഇന്റർവ്യൂവിൽ പോയി അവിടുത്തെ ഫയൽ അവിടുത്തെ സെക്രട്ടറിയെ കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ മാർക്കൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം നമുക്കൊരു വേസ്റ്റ് ആയിരിക്കും. വലിയൊരു ഇൻസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പതറിയില്ല. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയായാലും എനിക്ക് ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തേ പറ്റും. വളരെ ശാന്തനായ അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ആ ഇന്റർവ്യൂ ബോർഡിലേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടി. അവിടെ എത്തിക്കഴിഞ്ഞാൽ 3 പേരാണ് ഇന്റർവ്യൂ ബോർഡിലുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ടാവുമല്ലോ. അദ്ദേഹം ഈ ഗ്രേഡും ഇതൊക്കെ നോക്കിയ ഉടനെ തന്നെ വളരെ അപേക്ഷയും ഒക്കെ തന്നെ കണ്ട് അസ്വസ്ഥനായിട്ട് അത് മേശയുടെ മുകളിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞു. പക്ഷെ ഇദ്ദേഹം ശാന്തനായിട്ട് അവിടെ ഇരിക്കുകയാണ്. വലിച്ചെറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്താ പറയാനുള്ളത് വെച്ച് പറ. അദ്ദേഹം ഒരു 20 മിനിറ്റ് നേരം സംസാരിച്ചു. എന്താ സംസാരിച്ചെന്ന് പറയും? മെഡിക്കൽ പ്രൊഫഷനെ കുറിച്ചൊന്നുമല്ല. ആ മെഡിക്കൽ പ്രൊഫഷൻ അദ്ദേഹം എത്തിയാലൊക്കെ ചെയ്യുന്ന ഹ്യൂമാനിറ്റേറിയൻ വർക്ക്, സമൂഹത്തിന് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകും തുടങ്ങിയ വളരെ വിശദമായ ഒരു പ്രഭാഷണം തന്നെ നടത്തി. അതിൽ ആ ഇന്റർവ്യൂ ബോർഡ് ഇംപ്രസ്ഡ് ആയി. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ആകെ വേവലാതിയായി പരിപാടി നിർത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കോൺസ്റ്റന്റ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അദ്ദേഹത്തിനെ ഒരു സാധ്യതയുമില്ലാത്തൊരു മേഖലയിൽ നിന്ന് ഒരു വളരെ സാധ്യതയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചില്ലേ. ഇതാണ് ഇനി പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഡോക്ടറുടെ ഈ ജീവിതത്തിൽ നിന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കും ഇതേപോലെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഓവർകമ്മിങ് ലിമിറ്റിംഗ് ബിലീഫ്സ് ആൻഡ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദ ഡെസ്റ്റിനി. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കുക. അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഇന്നർ ക്രിട്ടിക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിനക്കത് പറ്റില്ല, നിന്നെ കൊണ്ടത് സാധിക്കില്ല, നീ അതിനൊന്നും പറ്റുന്ന ഒരാളല്ല. അങ്ങനെ നമ്മളെ കൊണ്ട് നെഗറ്റീവായി ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ഇന്നർ ക്രിട്ടിക് നമുക്ക്. ഭൂരിപക്ഷം ആൾക്കാരും ഈ ഇന്നർ ക്രിട്ടിക്കിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അതല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ഏജൻസി ചെയ്യുന്നത്? നമ്മുടെ അനന്ത സാധ്യതകളെ പുറത്തെടുത്ത് ജീവിത വിജയം ഉണ്ടാക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏജൻസിക്ക് അറിയാം. അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നർ ക്രിട്ടിക്കിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഏജൻസിയുടെ ഒരു വാക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ ഇന്നർ ക്രിട്ടിക്കിനെ അവിടെ വെച്ചേ, നിനക്കത് പറ്റില്ല എന്ന് പറഞ്ഞു, ഓക്കെ, അവിടെ വെച്ച് അതിനുശേഷം എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള ഈ തന്റെ ഡെസ്റ്റിനിയെ കൺട്രോൾ എനിക്ക് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, ഒരു ബാഹ്യമായ അതിനൊന്നിനും പ്രസക്തിയില്ല. തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ശക്തി, ആ ഏജൻസിയാണ് പ്രവർത്തിക്കേണ്ടത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ ക്രമേണ ഈ ഇന്നർ ക്രിട്ടിക്കിന്റെ പ്രവർത്തനം അവിടെ നിന്നുകൊള്ളു, അല്ലാതെ അതിനെ ശ്രദ്ധിക്കാനേ പോണ്ട. അപ്പോ നമ്മുടെ വേണ്ടുന്ന കാര്യങ്ങളും അതിന് വേണ്ടുന്ന സാധ്യതകളും ഒക്കെ തെളിഞ്ഞു വരികയും നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാവർക്കും പറ്റുമെന്നുള്ളതാണ്. അടുത്തതായി പറയാനുള്ളത് പവർ ഓഫ് ഫിയർ ആൻഡ് ലവ് ആണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മളൊക്കെ തന്നെ ഫിയറിന്റെ ഒരു ലോകത്താണ് ഏറെ പേരുമുള്ളത്. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അമിഗ്ഡാലയുടെ പ്രവർത്തനമൊക്കെ അതിന് സഹായിക്കും. പക്ഷേ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫിയറിന്റെ ഒരു ലോകത്തേക്ക് പോകുന്ന സമയത്ത് അതൊരു മതിൽക്കെട്ട് പോലെയാണ്. തുടക്കം വളരെ ചെറുതായ ഒരു മതിലായിരിക്കും, പിന്നെ അത് വളർന്ന് വരും. ഈ ഫിയർ കൂടുന്നതനുസരിച്ച് അത് വളർന്ന് വരും. അപ്പോൾ എന്താണ്, നമുക്ക് പുറം കാഴ്ചകൾ ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളിൽ തന്നെ നമ്മളവിടെ എന്താ പറയാ ചേർന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഈ മതിലൊന്ന് പൊളിക്കുന്നു. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മള് ഒരു സ്നേഹത്തിന്റെ മതിൽ സൃഷ്ടിക്കുന്നു, അല്ലെ നമ്മൾ ഈ മതിൽ ഫിയറിന്റെ മതിലങ്ങ് മാറ്റി നമ്മൾ പുറത്തേക്ക് പോകുന്നു. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തിന്റെ ഒരു തള്ളിച്ച നമ്മൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ എല്ലാത്തിനോടും ഒരു സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് തോട്ട്ഫുൾനെസ്, ജനറോസിറ്റി, അതായത് മറ്റുള്ളവരുടെ ദയ, കാരുണ്യം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു കാര്യം ലോകത്തോട് നമുക്ക് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഈ ഫിയർ ഫാക്ടർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഫിയർ ഫാക്ടർ കുറഞ്ഞുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിന്റെ അതായത് നമ്മൾ മൊത്തം ഒരു ജനറസ് ആയി നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ സർവീസ് എങ്ങനെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കും, ഇത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, ഒരു അഭിനയമാവരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ശക്തി പുറത്തേക്ക് വരും. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാം, നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ ഫിയറിന്റെ മതിൽ കെട്ട് പൊളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു വലിയ ലോകത്തേക്ക് നമ്മൾ കുതിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ക്രിയേറ്റ് ഫ്രം എ പ്ലേസ് ഓഫ് പർപ്പസ്. വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മളൊക്കെ ലക്ഷ്യങ്ങൾ, ഗോൾ സെറ്റ് ചെയ്യും. ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു 99% എൻ്റെ അല്ലെങ്കിൽ എന്ന് പറയുന്ന എൻ്റെ പേഴ്സണലായ കുറെ അച്ചീവ്മെന്റ്സ് ആയിരിക്കും അതിലുണ്ടാവുക. അത് ഏത് ഗോൾ എടുത്ത് നോക്കിക്കോളും. അപ്പോഴൊരു പ്രശ്നം, ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു ശൂന്യത ഉണ്ടാവുക. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു വലിയ കാറ് വാങ്ങണം എന്ന് നമ്മൾ അച്ചീവ് ചെയ്തു, അത് കാറ് കിട്ടിക്കഴിഞ്ഞു, അത് പിന്നെ നമുക്കൊരു ശൂന്യത വരും. ഇത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ശാന്തമായി ആലോചിച്ച് മനസ്സിലാവും. നിങ്ങൾ നേടിയ ഏതൊരു ഗോളും അങ്ങനെയായിരിക്കും. പക്ഷേ അതൊരു പർപ്പസ് ആക്കി മാറ്റിയാലോ, അതായത് സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തെ തന്നെ ഞാൻ മാറ്റുകയാണ്. അത് സമൂഹത്തിന് എന്തൊക്കെ ഗുണം ചെയ്യും, അത് വിഷമം പിടിക്കുന്നവർക്ക് എന്തൊക്കെ ഗുണം ചെയ്യും, ആ സർവീസിലൂടെ നമുക്ക് എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുക എന്ന തരത്തിലേക്ക് നമ്മൾ ഒരു ഫ്രം എ പർപ്പസിലേക്ക് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, വലിയ മാറ്റമായിരിക്കും. അപ്പൊ നമുക്കുണ്ടാവുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് സാധാരണയിലായിരിക്കില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞങ്ങൾ ഈ വെബിനാർ ചെയ്യുന്നു, അതിനു വേണ്ടി റിസർച്ച് ചെയ്യുന്നു, അതിനു വേണ്ടി ഒരുപാട് അതിന്റെ റെക്കോർഡിങ്, എഡിറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ചെയ്യുന്നില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കിത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് ആംഗിളിൽ ഞങ്ങൾക്കത് കാണാം. ഒരു കാര്യം ചെയ്തു, എന്താ പറയാ, അത് എൻ്റെ ഒരു കുറച്ച് നോളജ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നോളജ് ഉണ്ടായി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം. അതിന് പകരം ഇത് യൂട്യൂബിലൊക്കെ കാണുകയും അല്ലെങ്കിൽ നേരിട്ട് ലൈവായി പ്രോഗ്രാമിൽ കാണുകയും അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത് അവർക്കൊരു വലിയ സന്തോഷം ഉണ്ടാവുന്നു അല്ലെങ്കിൽ നേട്ടം ഉണ്ടാവുന്നു എന്നൊരു ആംഗിളിലേക്ക് അതിനെ മാറ്റുമ്പോഴോ, അപ്പോഴാണ് ഈ ഒരു ഫ്രം എ പർപ്പസ് എന്ന് പറയുന്നത്. നമ്മളൊരു വലിയ പർപ്പസിലേക്ക് നമ്മൾ അപ്പോഴാണ് മാറുന്നത്. ആ സമയത്ത് കിട്ടുന്ന സന്തോഷവും ആ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അതായത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഫീലിംഗ് ഒന്ന് മാറ്റിയിട്ട് അതൊരു സമൂഹത്തിനും മറ്റുള്ളവർക്കും ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥതലത്തിലേക്ക് ഒന്ന് മാറ്റി നോക്കൂ, വലിയ മാറ്റങ്ങളാണ്. ഇനി നാലാമത്തെ കാര്യം, ചേഞ്ച് യുവർ പെർസെപ്ഷൻ ആൻഡ് ഓവർകമ്മിങ് അറ്റാച്ച്മെന്റ്. അതായത് ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റാൻ പോവാം. നമ്മുടെ അതിര് കവിഞ്ഞ ബന്ധം, അതായത് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളോട്, ഇപ്പോൾ ഒരു വീടാവാം അല്ലെങ്കിൽ നമ്മുടെ കാറാവാം, അങ്ങനെ നമ്മൾ മെറ്റീരിയൽ ആയിട്ട് നേടുന്നതിനോടൊക്കെ നമുക്ക് വലിയ അറ്റാച്ച്മെന്റ് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ഗോളായിരിക്കും. ആ ഒരു കാറ് നേടാൻ ഒരു ഗോൾ നേടി വെച്ചു, ആ കാറ് നേടി, പിന്നെ അത് അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് ഓവറായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അത് എപ്പോഴെങ്കിലും നഷ്ടപ്പെടാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നേടുന്നതെല്ലാം ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ നമ്മൾ വീണ്ടും തകർന്നു പോകും. അതിന് പകരം അത് ഒരു ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു തരം ഡിറ്റാച്ച്മെന്റ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരു വലിയ ദാരിദ്ര്യമായ അവസ്ഥ വന്നാലും ഒരു വലിയ അതിസമ്പന്നത വന്നാലും ഏതാണ്ട് ഒരുപോലെ മാനസികാവസ്ഥ മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ആ കാഴ്ചപ്പാടൊന്ന് മാറ്റണം. അതായത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ എപ്പോഴും സന്തോഷവാനാവുന്നത്, അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ അതിനോടൊരു അറ്റാച്ച്മെന്റ് കുറക്കുക. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് വിട്ടു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ലെവൽ അവിടെ വെക്കുക. അപ്പൊ നമ്മളൊരു എന്താ പറയാ സമസ്ഥിതി എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അതിനുള്ള ഒരു പ്രാക്ടീസ് കൂടെ നമ്മൾ ചെയ്യണം. നമുക്ക് അഞ്ചാമത്തെ കാര്യത്തെക്കുറിച്ച് നോക്കാം. ആക്ടിവേറ്റിംഗ് എക്സിക്യൂട്ടീവ് കൺട്രോൾ ആൻഡ് എംബഡിങ് ഇന്റൻഷൻസ്. നമ്മുടെ ബ്രെയിനിന് പല മോഡുകളുണ്ട്, പല ന്യൂറോ കണക്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഡിഫോൾട്ട് മോഡാണ്. എന്ന് പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ലക്ഷ്യമൊന്നുമില്ലെങ്കിലും ചിന്തിക്കുന്നില്ലെങ്കിലും മനസ്സ് എന്തൊക്കെയോ ചിന്തിച്ചോണ്ട് നമ്മൾ പറയില്ല, നമ്മൾ എൻ്റെ മനസ്സിങ്ങനെ എവിടെയൊക്കെയോ അലഞ്ഞു തിരി എന്ന് പറയാറില്ലേ, അത് ഒരു ഡിഫോൾട്ട് മോഡ് ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് സാലിയൻ മോഡാണ്. അതായത് എന്നെ തന്നെ എപ്പോഴും 24 hours ഒരു റഡാർ പോലെ നോക്കുന്ന ഒരു മോഡുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിന് രമേശ മാഷ് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി, ഇങ്ങനെയൊക്കെ എപ്പോഴും നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡുണ്ടാണ് സാലിയൻ മോഡ്. പിന്നെ മറ്റത് എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡാണ്. എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മളൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറയില്ല, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞു. ആ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കുഴപ്പം തരുമോ, എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് അങ്ങ് ഓഫ് ആവും, അത് വർക്ക് ചെയ്യില്ല. പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം ഇതാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അത് സാലിയൻ മോഡിലേക്ക് നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, റഡാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെ ഈ സാലിയൻ മോഡിലേക്ക് നമ്മൾ എംബഡിങ് എപ്പോഴും നമ്മൾ ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, ആ റഡാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് എപ്പോഴും ആക്ടിവേറ്റ് ആവും. അതിന് ആക്ടിവേറ്റ് ആക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വേവിലാതെ വരുമ്പോൾ എല്ലാം കൂടെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഈ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ തന്നെ ഈ എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് ഓപ്പറേറ്റ് ചെയ്യും. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ആക്ടിവേറ്റ് എന്ന വാക്ക് അവിടെ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ആണ്. അതെങ്ങനെയാണ്? കൺട്രോൾ ദ ബ്രീത്ത്, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ പാരാസിമ്പതറ്റിക് വ്യൂഹത്തെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റീസ്, ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് ഓപ്പൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ് ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യാം. അത് ഏതൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. എന്നിട്ട് അത് എഴുതുക. റൈറ്റ് ഇറ്റ് ഇൻ പ്രസന്റ് ടെൻസ്. ഇപ്പോ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു കാർ വാങ്ങുന്നു എന്നുള്ളതാണ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോൾ വാങ്ങും, എത്ര രൂപയുടെ കാറ്, ഏത് കാറ്, അത് കൃത്യമായി അതിൽ വരുന്ന വിധത്തിൽ ആ ഡേറ്റ് അടക്കം എഴുതുക. ഇപ്പൊ നമ്മൾ ബൈ 2030 എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ എഴുതും. അതാണ് റൈറ്റിംഗ് ആണ് ഫസ്റ്റ്. എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുക, സൈലന്റ് ആയിട്ട് വായിക്കുക. ഇത് ഒരു ദിവസം പലതവണ ചെയ്യാം. ലൗഡ്, ഒച്ചത്തിൽ വായിക്കാം. പിന്നെ അത് വേണമെങ്കിൽ പ്ലേസ് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കാം. പിന്നെ വിഷ്വലൈസേഷൻ, അതായത് ദിവസവും മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റിപ്പീറ്റഡ് ആവും നമ്മൾ എന്താണോ വേണ്ടതെന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? ന്യൂറോ വയറിംഗിൽ സാലിയൻ മോഡ് നേരത്തെ പറഞ്ഞല്ലോ, അത് ആക്ടിവേറ്റ് ആവും. അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അതിന്റെ റഡാർ പ്രവർത്തിക്കാൻ തുടങ്ങും. എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ഈ കാറോ എന്താണ് നമ്മുടെ ലക്ഷ്യം, അത് കൊണ്ടുവരാനുള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് ആക്ടിവേറ്റ് ആവും. അത് ഓൾറെഡി ഉണ്ട്, അത് ഇതിലേക്ക് തന്നെ വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പല തവണ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അത് റിപ്പീറ്റ് ചെയ്ത് നമ്മളിലേക്ക് പോകും. അത് ഇമോഷണലി വേണം. അത് കിട്ടിയതായി ബിഹേവ് ചെയ്യണം. അത് കാറിൽ യാത്ര ചെയ്യുന്നു, ആ ഇമോഷൻ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. അത് ഒരു ദിവസം കൊണ്ടാവില്ല, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? നമ്മൾ ഈ സൈലന്റ് മോഡ് ആക്റ്റീവ് ആകുന്ന ഞാൻ പറഞ്ഞല്ലോ, അത് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് അത് വരും. അതിനുവേണ്ടി നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കൺട്രോൾ മോഡ് ഒന്ന് കുറച്ചും കൂടെ ഉഷാറാക്കുന്ന പറയില്ലേ, അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേഷൻ, ഞാൻ പറയേ പാരാസിമ്പത്തറ്റിക് ആക്റ്റീവ് ആക്കാനുള്ള മെഡിറ്റേഷൻ ആവുക, റിലാക്സേഷൻ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് എന്തും നേടാൻ പറ്റും എന്നാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. സാലിയന്റ് നെറ്റ്വർക്ക്, എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്ക് എന്നിങ്ങനെ നമ്മുടെ ബ്രെയിനിലെ നെറ്റ്വർക്കിനെ കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം വഴി അത് പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് ഒരു തൊഴിൽ കിട്ടിയേ പറ്റൂ, അദ്ദേഹത്തിന് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് തൊഴിൽ എന്നത് വലിയൊരു ഇന്റൻഷനാണ്. ഇത് കോൺഷ്യസ് മൈൻഡിലാണ് അദ്ദേഹം ആദ്യം കൊടുക്കുന്നത്. അത് നേരെ സാലിയൻ നെറ്റ്വർക്കിൽ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ നടക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണ്, കാത് തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷൻ വരുമ്പോൾ ഈ പറയുന്ന തൊഴിലിന് പറ്റിയ കാര്യങ്ങൾ, അതായത് അതിന്റെ ക്വാളിഫിക്കേഷൻ, അത് എവിടെയൊക്കെ ഒഴിവുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ കണ്ടെത്താൻ വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്യും. അത് സെർച്ച് ചെയ്യുന്നത് അതിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ആദ്യം അത് മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതാണ് സാലിയൻ നെറ്റ്വർക്ക് ചെയ്യുന്നത്. അത് ക്ലിയർ ആയി. ഇനി എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്ക് എന്താണ്? നമ്മുടെ ബ്രെയിനിലൊരു നെറ്റ്വർക്കാണത്. അതെന്തിനാണ്? എക്സിക്യൂഷന്, അതായത് പ്ലാനിങ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ വിലയിരുത്തൽ, ഇതൊക്കെ നടക്കുന്ന എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്കിലാണ്. അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയുന്നു, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷന് പകരം അത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയാണ് വേണ്ടത്. അത് നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ റിലാക്സ് ആവണം. അപ്പൊ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു സ്വസ്ഥതയിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്ക് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും നേരത്തെ നമ്മൾ കൊടുത്ത ഇന്റൻഷൻ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിന്റെ വേഗത കൂട്ടുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ ഇതിന്റെ പ്രോസസ്സ് പറഞ്ഞില്ലേ, ആദ്യം അത് എഴുതി വെക്കണം, പിന്നെ അത് സൈലന്റ് വായിക്കണം, അത് ഒച്ചത്തിൽ വായിക്കണം, തുടങ്ങിയൊരു പ്രോസസ്സ് പറഞ്ഞില്ലേ. ഇങ്ങനെ വായിക്കുന്നതോടൊപ്പം അതൊരു ഇമോഷണലി കണക്റ്റഡ് കൂടെ ആയിരിക്കണം. അത് കിട്ടിയതായി സങ്കല്പിക്കാനും അതിന്റെ അവസ്ഥയിൽ അത് കിട്ടിയിട്ടുണ്ടാവുന്ന സന്തോഷം, ഇതൊക്കെ നമ്മൾ ഇമോഷണലി ഡ്രിവൺ കൂടി ആവുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് കൺട്രോൾ നെറ്റ്വർക്കിന്റെ പ്രവർത്തനം കുറച്ചും കൂടി ഊർജ്ജസ്വലമാവുകയും നമ്മൾ ആ ഇന്റൻഷൻ അച്ചീവ് ചെയ്യുന്നതിന്റെ വേഗത കൂടുകയും ചെയ്യും.
ഇത് ഒന്ന് ക്ലിയറായി പറയാനാണ് ഒന്നുകൂടെ ശ്രമിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ചിലർ എല്ലാം നേടി ഇവിടുന്ന് ലോകം വിട്ടു പോകുന്നു, ചിലർക്കെല്ലാം ദുരന്തമായി അവസാനിക്കുന്നു. ഇത് നമ്മൾ പല കാരണങ്ങൾ പറയുമെങ്കിലും ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അവനവനാണ് ഇതിനൊക്കെ കാരണം. മറ്റുള്ളവരിലേക്കൊന്നും ക്യാമറ തിരിക്കേണ്ട. അവനവന്റെ കാര്യങ്ങൾ അവനവന്റെ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചാണ് വരിക. ആ പ്രവൃത്തിയാണ് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ ജെയിംസ് ഡോട്ടിയുടെ ഗവേഷണ ഫലം നിങ്ങളോട് പറഞ്ഞു തന്നത്. അത് പ്രാവർത്തികമാക്കി, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച ഒരു ന്യൂറോ സയന്റിസ്റ്റാണ് അദ്ദേഹം. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും സാധിക്കുമെന്ന് ആദ്യം തിരിച്ചറിയുക, അതിനുവേണ്ടി ഇവിടെ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ കൃത്യമായി ചെയ്യുക, ഇത് പലതവണ മനസ്സിലൂടെ കടത്തിവിടുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തും നേടാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നല്ലൊരു വിജയത്തോടു കൂടി നമുക്ക് ഈ ലോകം വിട്ടു പോകാം. ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെയൊക്കെ ഉപബോധ മനസ്സിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വിജ്ഞാനം നമുക്ക് മറ്റു പലരിലും എത്തിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് എനിക്ക് ഈ പ്രേക്ഷകരോട് വിനീതമായൊരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വേണ്ടപ്പെട്ടവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കമന്റ് ചെയ്യുക. ഈ കമന്റുകൾ നമുക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും. അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായിക്കും. താങ്ക് യു.